ഹായ് എവ്രി വൺ വെൽക്കം ടു കെംപോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജാനുവരി 2025 സെറ്റ് കെമിസ്ട്രിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ പാർട്ട് 1 and 2 ഒരു 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇപ്പോൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, സ്ട്രക്ചർ ഓഫ് ദി ഡ്രഗ് എപ്ഹെഡ്രിൻ ഇസ് ഗിവൺ ബിലോ. ഹൗ മെനി ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ ദി കോമ്പൗണ്ട്? സോ ഈ ഒരു കോമ്പൗണ്ടിന്റെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണ് കാണേണ്ടത്. സോ നമുക്കറിയാം നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത് is equal to 2 raised to n ആണ്, where n is the number of chiral carbon. ഇനി മീസോ കോമ്പൗണ്ട് ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 raised to n - 1 എന്ന് വരും. ഓക്കെ, ഇനി ഈ ഒരു കോമ്പൗണ്ടിന്റെ അകത്ത് ഈ ഒരു കാർബണും അതേപോലെ തന്നെ ഈ ഒരു കാർബണും, ഈ രണ്ട് കാർബൺ ആറ്റംസ് ആണ് കൈറാൾ കാർബൺസ് ആയിട്ട് വരുന്നത്. സോ രണ്ട് കൈറാൾ കാർബൺസ് ആണ് വരുന്നത്. സോ 2 raised to 2 എന്ന് വരും. സോ ആൻസർ എന്ത് വരും? 4 എന്ന് വരും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ലിസ്റ്റ് ദ ഫോളോയിങ് ഡൈൻസ് ഇൻ ദി ഓർഡർ ഓഫ് ഡിക്രീസിംഗ് റിയാക്ടിവിറ്റി ഇൻ ഡീൽസ്-ആൾഡർ റിയാക്ഷൻ. സോ ഡൈൻസിന്റെ കണ്ടീഷൻ വരുന്നത് അവർ എസ് കോൺഫിഗറേഷനിലായിരിക്കണം എന്നുള്ളതാണ് ഡീൽസ്-ആൾഡർ റിയാക്ഷന്റെ പങ്കെടുക്കുന്ന സമയത്ത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഈ ഒരു കോൺഫിഗറേഷൻ, ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും ഇതൊരു ട്രാൻസ് കോൺഫിഗറേഷൻ ആണ് അല്ലേ. സോ ഏറ്റവും കുറവ് റിയാക്ടിവിറ്റി ആർക്കാ വരിക? ക്യൂനായിരിക്കും വരുന്നത്. സോ ഈ ഒരു ഓപ്ഷൻ എന്തായാലും പോസിബിൾ അല്ല. ഇനി നമ്മൾ ഈ മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ ഒരു എസ് എന്ന് പറയുന്നത് ലോക്ക്ഡ് കോൺഫിഗറേഷൻ ആണ്. സോ കമ്പാരിറ്റീവ്ലി ഇതിനാണ് റിയാക്ടിവിറ്റി കൂടുക. സോ എസിനാണ് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി. പിന്നെ ഇനി നമ്മൾ പിയും ക്യൂവും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്തുണ്ട്? രണ്ട് മീഥാൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഫ്രീ ആണ്. സോ ഇതിനായിരിക്കും ബെറ്റർ റിയാക്ടിവിറ്റി വരുന്നത്, നന്നായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ എസ് ആണ് കൂടുതൽ വരിക, പിന്നെ വരുന്നത് പി ആണ്. ആറിൽ ഈ ഒരു രണ്ട് ഗ്രൂപ്പുകൾ വരുന്നതുകൊണ്ട് കുറച്ച് റിയാക്ടിവിറ്റി കുറവായിരിക്കും. പിന്നെ ഫൈനലി ക്യൂ ആയിരിക്കും. സോ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്തത്, എ കെമിസ്റ്റ് ഡിറ്റർമൈൻസ് ദാറ്റ് എ സാമ്പിൾ ഓഫ് petrified wood has a carbon-14 decay rate of 3.4 counts per minutes per gram. What is the age of the piece of wood in years? The decay rate of carbon-14 in fresh wood today is 13.6 counts per minutes per gram. And the half-life of carbon-14 is 5730 years. സോ ഒരു കാര്യം നമുക്ക് അറിയേണ്ടത് മെയിനായിട്ട് റേഡിയോ ആക്റ്റീവ് ഡീക്കേ എന്ന് പറയുന്നത് എപ്പോഴും ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട് അല്ലേ. സോ ടി ഹാഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ln2 ഡിവൈഡഡ് ബൈ കെ എന്ന് പറയാം. ആൻഡ് കെ എന്ന് പറയുന്നത് നമുക്ക് എഴുതാം ln2 ഡിവൈഡഡ് ബൈ ടി ഹാഫ് എന്ന് എഴുതാം. സോ എന്ത് വരും? കെ ഈസ് ഈക്വൽ ടു ln2 ഡിവൈഡഡ് ബൈ ടി ഹാഫ് തന്നിരിക്കുന്നത് 5730 ഇയേഴ്സ് ആണ്. സോ 5730 ഇയേഴ്സ്. സോ മൊത്തത്തിൽ ഇയർ ഇൻവേഴ്സ് വരും. സോ ഇത് നമുക്ക് കിട്ടി. ഇനി കാണേണ്ടത് എന്താണ്? ടി ആണ് കാണേണ്ടത് അല്ലെ, ഏജ് ആണ് കാണേണ്ടത്. സോ ടൈം ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് റേഡിയോ ആക്റ്റീവ് ഡീക്കേന്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് ഓർഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ln(n0/nt) ഈസ് ഈക്വൽ ടു ലാംഡ ടി എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് ഡീകെ കോൺസ്റ്റന്റ് ആണ്, അതായത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ടി എന്ന് പറയുന്നത് ടൈമും, n0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ് വരുന്നത്. അതേപോലെ nt എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ അറ്റ് ടൈം. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫ്രഷ് സാമ്പിളിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 13.6 കൗണ്ട്സ് പെർ മിനിറ്റ്സ് പെർ ഗ്രാം. അതാണ് ഫ്രഷ് ആയിട്ടുള്ളത്. സോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് തന്നിരിക്കുന്നത്. സോ ln 13.6 ഡിവൈഡഡ് ബൈ ഇപ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 3.4 ആണ്, is equal to ലാംഡാന്റെ വാല്യൂ നമുക്ക് ഇവിടെ ഉണ്ട്. ഈ കെ വാല്യൂ ആണ് ഇവിടുത്തെ ലാംഡ എന്ന് പറയുന്നത്. സോ ലാംഡ ഇൻറ്റു ടി ആണ് വേണ്ടത്. സോ ടീൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/λ ഇൻറ്റു ln 13.6 ഡിവൈഡഡ് ബൈ 3.4 എന്ന് വരും. ഇനി ലാംഡക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ln2 ഡിവൈഡഡ് ബൈ 5730 എന്ന് വരും. സോ അത് തിരിച്ച് 5730 ഡിവൈഡഡ് ബൈ ln2 എന്ന് വരും, 1/λ ആയതുകൊണ്ട്. ഇനി ഇൻറ്റു ln 13.6 ഡിവൈഡഡ് ബൈ 3.4 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 എന്നാണ് കിട്ടുക. സോ ln4നെ മാറ്റിയിട്ട് നമുക്ക് 2ln2 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ ln2ഉം ഈ ln2ഉം ക്യാൻസൽ ആവും. സോ ഫൈനലി നമുക്ക് കിട്ടുന്നത് 11460 ഇയേഴ്സ് ആണ്. സോ വളരെ എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ln2ന് വാല്യൂ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ടി ഹാഫിൽ നിന്നും ലാംഡ നമ്മൾ കണ്ടു, ആ ലാംഡ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. സോ മൊത്തത്തിൽ ക്യാൻസൽ ആയിട്ട് പോകും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം.
അടുത്ത ചോദ്യം, what is the concentration of the reactant in a first order reaction when the rate of the reaction is 0.6 moles per liter per second and the rate constant is 0.03 second inverse. റേറ്റ് കോൺസ്റ്റന്റും റേറ്റും തന്നിട്ടുണ്ട്. ഇനി കാണേണ്ടത് എന്താണ്? കോൺസെൻട്രേഷൻ ആണ് കാണേണ്ടത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? റേറ്റ് ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ അറ്റ് ദ ടൈം ടി. ഓക്കെ, സോ ഇതാണ് കാണേണ്ടത്, വിച്ച് ഇസ് ഈക്വൽ ടു റേറ്റ് ഡിവൈഡഡ് ബൈ കെ എന്ന് വരും. ആൻഡ് റേറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ്റെ തന്നിട്ടുള്ളത് 0.6 മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 0.03 സെക്കൻഡ് ഇൻവേഴ്സ് വരും. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടുക 20 മോൾസ് പെർ ലിറ്റർ എന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡേറ്റ പ്രൊവൈഡഡ് ഇൻ ദ ടേബിൾ വെയർ ഒബ്റ്റൈൻഡ് ഫ്രം ദ ഫോളോയിങ് റിയാക്ഷൻ ക്യാരിഡ് ഔട്ട് അറ്റ് 273 കെൽവിൻ എ പ്ലസ് ബി ഗിവ് സി. ഇതാണ് റിയാക്ഷൻ. സോ ഈ റിയാക്ഷന്റെ റേറ്റ് ഇക്വേഷൻ ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ. സോ നമുക്ക് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എയും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ബിയും അതേപോലെ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സിയും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ എയുടെ കോൺസെൻട്രേഷൻ ഫിക്സ്ഡ് ആക്കി വെക്കാം. സോ ഇവിടെ നമുക്ക് എയുടെ കോൺസെൻട്രേഷൻ ഫിക്സ്ഡ് ആണ്. അപ്പോഴ് ബിയിൽ എന്ത് ചേഞ്ച് വരും? സോ ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? റേറ്റിൽ എന്ത് ചേഞ്ച് വരുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ റേറ്റ് എന്താവുന്നുണ്ട്? 4 ടൈംസ് ആവുന്നുണ്ട് അല്ലേ. നമുക്കൊരു കാര്യം അറിയാം, കോൺസെൻട്രേഷൻ ഡബിൾ ആവുന്ന സമയത്ത് റേറ്റ് 4 ടൈംസ് ആവുന്നതെന്നാണ് പറയുന്നത് അല്ലേ. സോ നമുക്ക് എങ്ങനെയായിരിക്കും ആ ഒരു റേറ്റ് വരുന്നത്? കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി സ്ക്വയർ ആയിരിക്കും വരിക. കാരണം നമ്മൾ ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആവുന്ന സമയത്ത് 2b ആവുന്ന സമയത്ത് ഓവറോൾ റേറ്റ് 4 ടൈംസ് ആണ് കൂടുക അല്ലേ. ഓവറോൾ റേറ്റ് ഇങ്ങനെയാണ് വരിക, 4b സ്ക്വയർ എന്നാണ് വരിക. സോ വിത്ത് റെസ്പെക്ട് ടു ബി നമുക്ക് പറയാം നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ആണ്. സോ ആൻസർ നമുക്ക് ഡയറക്റ്റ് മാർക്ക് ചെയ്യാം. ഇത് മാത്രം ചെയ്താൽ മതി. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. പക്ഷെ നമുക്ക് എൻ്റെയും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തത് നമ്മൾ ബീനെ ഫിക്സ് ചെയ്ത് വെക്കുന്നു. സോ ഇവിടെ ബി ഫിക്സ്ഡ് ആണ്. ഇനി എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? റേറ്റ് ഡബിൾ ആയി അല്ലേ. റേറ്റ് 2 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. സോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാം. അതായത് ഫസ്റ്റ് ഓർഡർ ആയിരിക്കും വരിക. സോ വിത്ത് റെസ്പെക്ട് ടു എ ഫസ്റ്റ് ഓർഡറും വിത്ത് റെസ്പെക്ട് ടു ബി സെക്കൻഡ് ഓർഡറും. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, ഇൻ എ ഫേസ് സെന്റേർഡ് ക്യൂബിക് ലാറ്റിസ് വാട്ട് ഇസ് ദി കോർഡിനേഷൻ നമ്പർ ഓഫ് ഈച്ച് ആറ്റം? സോ നമുക്ക് സിമ്പിൾ ക്യൂബിക് ആണ് വരുന്നതെങ്കിൽ, സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ കോർണേഴ്സിലാണ് നമുക്ക് പാർട്ടിക്കിൾസ് വരുന്നത്. സോ ഇവിടെ ഈ ഒരു പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാവും? 6 നെയ്ബറിങ് ആറ്റംസ് ആണ് വരുന്നത്. സോ കോർഡിനേഷൻ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബേഴ്സ് ആണ്. സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ 6 ആണ് കോർഡിനേഷൻ നമ്പർ. ഇനി BCC ആണെങ്കിൽ നമ്മൾ ഈ ബോഡി സെന്ററിലുള്ള ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന് കണക്റ്റഡ് ആയിട്ട് നമുക്ക് 8 ആറ്റംസ് ആണുള്ളത്. സോ കോർഡിനേഷൻ നമ്പർ എന്ത് വരും? BCCക്ക് 8 എന്നാണ് വരിക. FCC ആണെങ്കിൽ നമ്മളൊരു ഫേസ് സെന്ററിലുള്ള ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമുക്ക് കോർണേഴ്സിലും ഫേസിന്റെ സെന്ററിലും ആണല്ലേ ആറ്റംസ് വരുന്നത്. സോ നമ്മളൊരു ഫേസ് സെന്ററിലുള്ള ഒരു ആറ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് 12 ആറ്റംസ് ആണ് പോസിബിൾ ആയിട്ട് വരുന്നത്. സോ കോർഡിനേഷൻ നമ്പർ എന്ത് വരും? 12 ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് എഫക്ട്സ് ദ പീക്ക് പൊസിഷൻ ഇൻ XRD? പൗഡർ എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്കിൽ ഏതാണ് പീക്കിന്റെ പൊസിഷൻസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഓപ്ഷൻ എ എക്സ്റേ വേവ് ലെങ്ത്, ഓപ്ഷൻ ബി ക്രിസ്റ്റലൈൻ സൈസ്, ഓപ്ഷൻ സി യൂണിറ്റ് സെൽ പാരാമീറ്റർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഈ എല്ലാ ഫാക്ടേഴ്സും തന്നെ എക്സ്റേന്റെ പീക്കിന് എഫക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഫ്യൂവൽ സെൽ ഇസ് കറക്റ്റ്? Option A, they convert chemical energy directly into electrical energy. Option B, they require high temperatures to operate efficiently. Option C, they produce carbon dioxide as byproduct. Option D, they are primarily used for short energy storage. Answer വരുന്നത് ഓപ്ഷൻ എ ആണ്. കെമിക്കൽ റിയാക്ഷൻസ് വഴി നമുക്ക് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമുക്ക് H2O2 ഫ്യൂവൽ സെല്ല്. സോ അവിടെ നമുക്ക് കെമിക്കൽ റിയാക്ഷൻ വഴി നമുക്ക് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, the over potential in an electrochemical reaction is defined as? Option A, the potential difference between anode and cathode. Option B, the extra voltage required to drive a non-spontaneous reaction. Option C, the voltage drop due to resistance in the electrolyte. Option D, equilibrium potential of the cell. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. അവിടെ
ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആവശ്യമായി വരുന്ന എക്സ്ട്രാ വോൾട്ടേജ്, അതാണ് ഈ ഓവർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ മോണോലെയർ അഡ്സോർപ്ഷൻ ഓൺ എ ഹോമോജീനിയസ് സർഫസ്? ഇതിന്റെ ആൻസർ വരുന്നത് നമ്മുടെ ഓപ്ഷൻ ബി ആണ്, ലാങ്മെയർ അഡ്സോർപ്ഷൻ ആണ്. ലാങ്മെയർ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ഫിസിക്സ് ഓപ്ഷൻ ആണ് അല്ലെ, ഫിസിക്സ് ഓപ്ഷൻ ആണ്. അതേപോലെ തന്നെ മോണോലെയർ അഡ്സോർപ്ഷൻ ആണ് വരുന്നത്. ഇനി BET എന്ന് പറയുന്നത് മൾട്ടി ലെയർ അഡ്സോർപ്ഷൻ ആണ്, അതും ഒരു ഫിസിക്സ് ഓപ്ഷൻ ആണ്. ഫ്രണ്ട്ലിച്ച് ഐസോതെർം എന്ന് പറയുമ്പോൾ നമുക്ക് കെമിസ് ഓപ്ഷൻ ആണ് വരുന്നത്. ആക്ച്വലി അതൊരു മൾട്ടി ലെയർ അഡ്സോർപ്ഷൻ ആണ്. ഓക്കെ, സോ മോണോ ലെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ലാങ്മിയർ അഡ്സോർപ്ഷൻ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെക്നിക് യൂസ്ഡ് ടു അനലൈസ് ദി കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് എ സർഫസ് അനാലിസിസ്, മെയിൻ ആയിട്ട് കെമിക്കൽ കോമ്പോസിഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ്, എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി ആണ്. ബാക്കിയുള്ള മൂന്നും നമ്മൾ സർഫസ് അനാലിസിസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് ഇമേജിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതേസമയം ഇവിടെ നമ്മൾ കെമിക്കൽ കോമ്പോസിഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ന്യൂക്ലിയൈ ഹാസ് എ മാഗ്നറ്റിക് മൊമെന്റ് സോ ദാറ്റ് an NMR experiment can be performed? ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാസ് നമ്പറിനെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹോൾ നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ, അതായത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ ആ ഒരു ന്യൂക്ലിയസ് NMR ഇനാക്റ്റീവ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ കാർബൺ 12 എടുത്തു കഴിഞ്ഞാൽ 12 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ നമുക്ക് 3 കിട്ടും. സോ ഇത് NMR ഇനാക്റ്റീവ് ആണ്. ദെൻ 16/4 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് 16. സോ അതുകൊണ്ട് നമുക്ക് ഇതും NMR ഇനാക്റ്റീവ് ആണ്. സൾഫർ ആണെങ്കിലും 32 ഡിവൈഡഡ് ബൈ 4 നമുക്ക് ചെയ്യാം. സോ 8 കിട്ടും. ഇതും NMR ഇനാക്റ്റീവ് ആണ്. ഇനി 14 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? ഒരു ഹോൾ നമ്പർ വാല്യൂ കിട്ടില്ല, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. സോ N14 ആണ് NMR ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതിന്റെ ന്യൂക്ലിയസിനൊരു മാഗ്നറ്റിക് മൊമെന്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത ചോദ്യം, ദ ലാങ്മെയർ ഹിൻഷൽവുഡ് മെക്കാനിസം ഇൻവോൾവ്സ് Option A, adsorption of reactants on the catalyst surface. Option B, formation of an intermediate complex. Option C, desorption of products from the catalyst surface. Option D, all of the above. ഏതാ ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ ലാങ്മെയർ അഡ്സോർപ്ഷന്റെ സ്റ്റെപ്പുകളാണ്. ആദ്യം റിയാക്ടന്റ് വന്ന് അഡ്സോർബ് ചെയ്യും, അവിടെ വെച്ച് നമുക്കൊരു ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും, പിന്നെ ഡീസോപ്ഷൻ വഴി നമുക്ക് എന്ത് കിട്ടും? പ്രൊഡക്റ്റ് ഫോം ചെയ്യും. അടുത്ത ചോദ്യം, ഫോർ ദി ഫോളോയിങ് 4 molecules, acetone, benzene, dimethyl ether and ethane, each of which contains only one type of proton, the correct order of chemical shift. Okay, സോ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ട്രക്ചർ നോക്കാം. ഇതിൽ ബെൻസീൻ എന്ന് പറയുന്നത് അരോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഡി ഷീൽഡിംഗ് ആണ് വരിക അല്ലെ. ഡി ഷീൽഡിംഗ് എന്ന് പറയുമ്പം കെമിക്കൽ ഷിഫ്റ്റ് കൂടാണ് ചെയ്യുന്നത്, ഹൈ ഡെൽറ്റ വാല്യൂ ആയിരിക്കും. അതേപോലെ നമ്മുടെ ഈത്തൈൻ എന്ന് പറയുമ്പം ഇതിൽ പ്രത്യേകിച്ച് ഗ്രൂപ്പുകളൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല, ആൽക്കൈൽ ഗ്രൂപ്പാണ്. സോ ആൽക്കൈൽ ഗ്രൂപ്പാണ്. സോ ഡയറക്റ്റ് നമുക്ക് ഷീൽഡിംഗ് ആണെന്ന് പറയാം. സോ ഏറ്റവും കുറവായിരിക്കും ഇയാൾക്കായിരിക്കും, ലോ ഡെൽറ്റ വാല്യൂ ആയിരിക്കും വരുന്നത്. ഇനി ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ കാർബണുമായിട്ട് ഓക്സിജൻ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണ്, ഇവിടെ C ഡബിൾ ബോണ്ടും ആയിട്ടാണ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത്. സോ കമ്പാരിറ്റീവ്ലി ഇവിടെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ വരിക. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഡി ഷീൽഡിംഗ് കൂടാണ് ചെയ്യാം. സോ കൂടുതൽ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ വരുന്നത് നമ്മുടെ ഡൈഇഥൈൽ ഈഥറിനായിരിക്കും, പിന്നെ വരുന്നത് അസറ്റോണിനായിരിക്കും അല്ലെ. സോ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഏറ്റവും കൂടുതൽ ബെൻസീനായിരിക്കും. സോ ബെൻസീന് കൂടുതൽ വരുന്ന 2 ഓപ്ഷൻസ് ആണുള്ളത്. പിന്നെ വരുന്നത് ഡൈമീഥൈൽ ഈഥർ ആണ്, പിന്നെ അസറ്റോൺ വരും, പിന്നെ ഫൈനലി നമുക്ക് ഈത്തൈൻ കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഇൻ എ P31 NMR experiment on a non compound, a single resonance with a septet pattern is obtained. Which one of the following structures would be consistent with the observation? P31 NMR ആണ്. പിന്റെ കേസിൽ നമ്മുടെ I വാല്യൂ എന്ന് പറയുന്നത്, ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയുന്നത് ഹാഫ് ആണ്. സോ ഇവിടെ നമുക്ക് സെപ്റ്ററ്റ് ആണ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2 into n, എത്ര n വരുന്നുണ്ട് നമുക്ക് അറിയില്ല, ഇൻറ്റു ഹാഫ് പ്ലസ് 1 is equal to 7. നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്തത്? 2Na plus 1 ആണ് യൂസ് ചെയ്യുന്നത്. n എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസുമായിട്ട് നമ്മുടെ ന്യൂക്ലിയസ് കപ്പിൾ ചെയ്യുന്നുണ്ട്. I എന്ന് പറയുന്നത് ന്യൂക്ലിയർ സ്പിൻ ആണ്. ഇനി n നമുക്ക് അറിയില്ല. ഇനി നമ്മളിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് n plus 1 is equal to 7 എന്ന് വരും.
സോ n is equal to 6. 6 ന്യൂക്ലിയസുകളായിട്ട് കപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ പോസിബിൾ ആയിട്ട് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഏതിനാണ് 6 ന്യൂക്ലിയസ് പോസിബിൾ ആയിട്ട് വരുന്നത്? PF6- ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്തത് ഇൻ MO ഡയഗ്രാം ഓഫ് N2 ദ ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ, അതായത് ഹോമോ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കറിയാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14 ആണെങ്കിൽ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുക. ഇനി ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. 2, 4, 6, 8. ആദ്യം നമ്മൾ 1 വെച്ച് ഫില്ല് ചെയ്യും, പിന്നെ രണ്ടാമത്തത് ഫില്ല് ചെയ്യും. സോ 10, 12, 14. ഓക്കെ. സോ ഹയസ്റ്റ് ഒക്യുപ്പൈഡ് 2 ഇലക്ട്രോൺസ് അവസാനം വന്നിരിക്കുന്നത് ഏത് ഓർബിറ്റലാ? സിഗ്മ 2pz ഓർബിറ്റലിലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദി കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് വേവ് നമ്പർ ഫോർ ദി സ്ട്രക്ചറിംഗ് വൈബ്രേഷൻസ് ഓഫ് CH ആൽക്കെയിൻ, OH ആൽക്കഹോൾ, CO കീറ്റോൺ, C ട്രിപ്പിൾ ബോണ്ട്, C ആൽക്കൈൻ. IR സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ആണ് നമ്മളോട് ചോദിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഏറ്റവും കൂടുതൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വരുന്നത് ആൽക്കഹോൾ ഗ്രൂപ്പിനാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ അൽക്കെയിൻസ് ആയിരിക്കും. CH ബോണ്ടാണ്, CH ആൽക്കെയിൻ. പിന്നെ വരുന്നത് ആൽക്കൈൻ ആണ്, C ട്രിപ്പിൾ ബോണ്ട്, C ആൽക്കൈൻ. ആൻഡ് ഫൈനൽ ആയിട്ട് വരുന്നത് C ഡബിൾ ബോണ്ടോ കീറ്റോൺസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സിഗ്നൽസ് ഡസ് ദി ആൽഡിഹൈഡ് CH3 thrice C CH2 CHO ഹാവ് ഇൻ 1H NMR proton NMR and C13 NMR spectra? ആദ്യം നമ്മൾ സ്ട്രക്ചർ വരച്ചു നോക്കാം. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ വരുന്നത്. സോ 1H NMR പ്രോട്ടോൺ NMRൽ നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ, 2 ഇക്വിവാലന്റ് ഹൈഡ്രജൻസ് വരുന്നുണ്ട്. ഈ 3 മീഥൈൽ ഗ്രൂപ്പിലുള്ള ഹൈഡ്രജൻസ് എല്ലാം തന്നെ സെയിം ആണല്ലേ, ഇക്വിവാലന്റ് ഹൈഡ്രജൻസ് ആണ്. സോ 1H NMRന്റെ കേസിൽ നമുക്ക് 3 ഡിഫറെന്റ് പ്രോട്ടോൺസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. 3 ഡിഫറെന്റ് പ്രോട്ടോൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് എന്ത് വരും? 3 സിഗ്നൽ ആയിരിക്കും 1H NMRന് വരുന്നത്. സോ ഓപ്ഷൻ ബിയോ ഡിയോ ആയിരിക്കാം. ഇനി കാർബൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 3 കാർബൺസും ഇക്വിവാലന്റ് ആണ്. സോ ഇവർക്ക് 3 പേർക്കും കൂടി ഒരു സിഗ്നൽ ആയിരിക്കും. പിന്നെ വരുന്നത് ഈ ഒരു സെക്കൻഡ് കാർബൺ, ഈ ഒരു കാർബൺ, പിന്നെ വരുന്നത് ഈ ഒരു തേർഡ് കാർബൺ, പിന്നെയോ ഈ ഒരു കാർബൺ. അങ്ങനെ മൊത്തം 4 കാർബൺ ആണ് 13C NMRൽ വരുന്നത്. സോ ഇവിടെ നമുക്ക് 4 ഡിഫറെന്റ് കാർബൺ ആറ്റംസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. സോ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്. 3 1H സിഗ്നൽസും 4 C13 സിഗ്നൽസും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ഇക്വിവാലന്റ് ടു 1 ppm? 1 ppm എന്ന് പറയുന്നത് ആക്ച്വലി 1 milligrams per liter ആണ്. ഈ റിലേഷൻ ഓർത്തിരിക്കാം. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is used as carrier gas in gas chromatography? gas chromatographyയിൽ യൂസ് ചെയ്യുന്ന കാരിയർ ഗ്യാസ് നമുക്കറിയാം, ഒരു ഇനേർട്ട് ഗ്യാസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹീലിയം, നൈട്രജൻ, ആർഗോൺ എല്ലാം തന്നെ ഇനേർട്ട് ഗ്യാസസ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ബാക്കി പാർട്ടുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.